ഈ മൂന്ന് നേതാക്കളെയും കുറിച്ച് അങ്ങും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും മറ്റ് കക്ഷി നേതാക്കളും പറഞ്ഞ എല്ലാ അഭിപ്രായങ്ങളോടും ഞാൻ യോജിക്കുന്നു. വേലിക്കകത്ത് എന്നാണ് VS അച്യുതാനന്ദൻ്റെ വീട്ടുപേരെങ്കിലും അഴിമതിക്കും അനീതിക്കുമെതിരെ പോരാടാൻ ആ വേലി പൊളിച്ച് പുറത്തു വന്ന ഒരു വ്യക്തിത്വമായിരുന്നു ശ്രീ VS. അദ്ദേഹത്തെ ഞാൻ ആദ്യമായി പരിചയപ്പെടുന്നത് ഡൽഹിയിലെ കേരള ഹൗസിൽ വെച്ചാണ്. അന്ന് സുരേഷ് കുറുപ്പ് MP. ആ സമയം ഞാൻ ഡൽഹിയിലുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞൊരു കാർ വേണം, VSന് പാർലമെൻറ്റ് കാണാൻ പോകാനാണ്. അപ്പം ഞാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി കേരള ഹൗസിൽ ചെന്നപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു, തൻ്റെ അച്ഛൻ പല പോലീസ് മർദ്ദനങ്ങളിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ചോദിച്ചത് എങ്ങനെ? പാലായിലെ സബ് ജയിലിൽ ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു SRCPക്കെതിരെയുള്ള സമരത്തിൽ. ആ സമയം കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നുള്ള ധാരണയുള്ളതുകൊണ്ടും തൻ്റെ പിതാവ് ഒരു വക്കീലായിരുന്നുകൊണ്ടും പോലീസുകാർ അദ്ദേഹത്തോട് ബഹുമാനത്തോടുകൂടിയാണ് പെരുമാറിയിരുന്നത്. ഒരു പ്രാവശ്യം എന്നെ കെട്ടിയിട്ട് തല്ലുമ്പോൾ അദ്ദേഹം ചോദിച്ചു, മജ്ജയും മാംസവും കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു മനുഷ്യ ശരീരത്തോടാണ് ഈ ക്രൂരത കാണിക്കുന്നത്, നിങ്ങൾ ഓർക്കണം, ആരും ഇത് പൊറുക്കില്ല. അങ്ങനെ 1-2 പ്രാവശ്യം രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞു. അതുകൊണ്ടായിരിക്കാം 2006-ലും 2011-ലും ഞാൻ പാലായിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ അദ്ദേഹം എൻ്റെ ഇലക്ഷൻ പ്രചരണത്തിന് വന്നിരുന്നു. സാധാരണ LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്ന് മാത്രമേ അദ്ദേഹം പറയാറുള്ളൂ. ഇവിടെ എന്നെക്കുറിച്ചും പിതാവിനെക്കുറിച്ചും വളരെ കാര്യമായി സംസാരിച്ചത് അന്നത്തെ സഖാക്കളുടെ ഇടയിൽ വലിയ സംസാരമായി. അവരെൻ്റെ എന്നോട് ഇങ്ങനെ പറയുകയുണ്ടായി. ഏതായാലും അദ്ദേഹത്തിൻ്റെ നിര്യാണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തീരാ നഷ്ടമാണ്. കർഷകനും കർഷക തൊഴിലാളിക്കും വേണ്ടി അഹോരാത്രം പണിയെടുത്ത അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലി അർപ്പിക്കുന്നു.